മറ്റൊരു വാർത്തയിലേക്ക്. ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ട വയനാട് അമ്പുകുത്തി മലയിൽ ഭൂഗർഭ ജലവകുപ്പ് പരിശോധന നടത്തുകയാണ്. സജോ ദേവസ്യ വയനാട്ടിൽ നിന്ന് ചേരുന്നു. സജോ, അല്പസമയം മുമ്പ് സജോ നമ്മോടൊപ്പം ചേർന്ന് കുറേ വിശദാംശങ്ങൾ നൽകിയിരുന്നു. ഈ പരിശോധന പൂർത്തിയായോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? ക്രിസ്റ്റീന, ആ മേഖലയിലെ അതായത് അമ്പുകുത്തി മലയിലെ പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആ മേഖലയിൽ ഏതാണ്ട് ഒരു 100 മീറ്ററോളം ഭാഗത്ത് ഭൂമിയും വിണ്ട് മാറിയിരുന്നു. വലിയൊരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. അവിടെ ഒരു മണ്ണിടിച്ചിലടക്കം ഉണ്ടായിരുന്നു. ഇതേ പ്രദേശത്തോട് ചേർന്നാണ് കൂടുതൽ ശബ്ദം കേട്ടത് എന്നാണ് ആദ്യം ഇങ്ങനെയുള്ള അസാധാരണ ശബ്ദത്തിൻ്റെ വിവരങ്ങൾ ഈ പ്രദേശത്തോട് ചേർന്നാണ് കേട്ടത്. അങ്ങനെ നെന്മേനി പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ പങ്കുവച്ച വിവരമാണ് ആദ്യം പുറത്തു വന്നത് എന്നൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഭൂഗർഭ ജലവിഭാഗം നടത്തിയത്. അവരുടെ പരിശോധന ആ മേഖലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം ജിയോളജി വിഭാഗത്തിൻ്റെ പരിശോധന കൂടി ഉണ്ടാവും. ഗ്രൗണ്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഭാസം എന്ന സംബന്ധിച്ച് ഏറെക്കുറെ വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അതേസമയം ആളുകളുടെ ആശങ്ക ദൂരീകരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. അത് ദൂരീകരിക്കണം. ഒരു ചെറിയ സൂചന പോലും അവഗണിക്കരുത്. അവയെ സംബന്ധിച്ച് വിശദമായ പരിശോധനയും തുടർ പഠനങ്ങളും ഇടപെടലുകളും അനിവാര്യവുമാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾ തുടക്കമിട്ടിരിക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ക്യാമ്പുകളൊന്നും തുറക്കില്ല. ആളുകളെ തൽക്കാലം മാറ്റേണ്ടതില്ല. ആശങ്കയുള്ളവർക്ക് മാറാനുള്ള ക്രമീകരണം ഒരുക്കും. നെന്മേനി പഞ്ചായത്തിൽ മാത്രം 7 സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പറയുന്നു. ഏതെങ്കിലും നിലയ്ക്ക് ഒരു ഭൂചലനമല്ല, അങ്ങനെ ഒരു പ്രകമ്പനം ഈ മാപിനിയിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് ആ ആശങ്ക വേണ്ട. പക്ഷേ അപ്പോൾ പോലും ഈ പ്രതിഭാസം സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ അനിവാര്യമാണ്. മുന്നോട്ടേക്ക് ഈ റിസ്ക് മിറ്റിഗേഷൻ എന്നതാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. അങ്ങനെ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പഠനം ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകും എന്നാണ് ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട ഏജൻസികളും വകുപ്പുകളും ഉദ്യോഗസ്ഥരും എല്ലാം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന. സജോ, ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന നാഷണൽ സിസ്മോളജി സെന്റർ ഡയറക്ടർ ഒ.പി. മിശ്രയും പറയുന്നത് അതുതന്നെയാണ്. കേരളത്തിൽ ഒരിടത്തും തന്നെയും ഈ ഭൂകമ്പ മാപിനിയിൽ ഭൂകമ്പം അല്ലെങ്കിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾക്കടുത്തായി ഉണ്ടാകുന്ന ഒരു റംബ്ലിംഗ് സൗണ്ട് അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ സൗണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പാറകൾ സ്ഥിരതയാർജിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഭാഗത്തുനിന്ന് താഴേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ശക്തമായി മാറുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വലിയ ശബ്ദം മാത്രമാണ്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് അവിടെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ശബ്ദമുണ്ടായാൽ അത്തരമൊരു ആശങ്കയും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ മറ്റോ നൽകിയിട്ടുണ്ടോ? ക്രിസ്റ്റീന, നിലവിലെ സാഹചര്യത്തിൽ ഈ വിവരം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും നിലക്കുള്ള ആശങ്കയുണ്ടാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ വിവരങ്ങൾ കൈമാറുകയും ആളുകൾക്ക് മാറി നിൽക്കാനുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അതിനാവശ്യമായ സ്ഥലങ്ങൾ സംബന്ധിച്ചൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുമുണ്ട് എന്നതാണ് ഒരു വസ്തുത. പക്ഷേ വലിയൊരു മാസ് ഒഴിപ്പിക്കൽ എന്ന നിലയ്ക്കോ മറ്റോ ആവശ്യമില്ല. അത്തരം സാഹചര്യങ്ങളില്ല. ഇപ്പോൾ വിദഗ്ധാഭിപ്രായം വെച്ചുള്ള കാര്യമാണ്. പക്ഷേ തുടർന്ന് അങ്ങോട്ടേക്കും ഇനിയിപ്പോൾ ഒരു അവലോകന യോഗം കൂടി ഇക്കാര്യത്തിൽ ചേരും. അതായത് വിവിധ വകുപ്പുകളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളും തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വിവരങ്ങളുമൊക്കെ അടിസ്ഥാനത്തിൽ അവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അവലോകന യോഗം ചേരാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ ജനപ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംയുക്തമായി ചേരുന്നൊരു യോഗം. അതിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ കൂടി ചേർത്ത് എന്തെല്ലാം ആക്ഷൻ സ്വീകരിക്കണം, എന്തെല്ലാം നടപടി സ്വീകരിക്കണം, വളരെ തിടുക്കത്തിൽ പരിഭ്രാന്തിയോടുള്ള ഒരു നടപടികൾ ഇവിടെ ആവശ്യമില്ല എന്ന നിലപാട് എല്ലാവരും കൃത്യമായി എടുത്തിട്ടുണ്ട്. ജില്ലാ കലക്ടർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വിദഗ്ധാഭിപ്രായവും അതുതന്നെയാണ്. പക്ഷേ അപ്പോഴും ഏതെങ്കിലും നിലയ്ക്കുള്ള അപകട സാധ്യതകളുണ്ടോ അവ കണ്ടെത്തണം. ആശങ്കകൾ പൂർണ്ണമായും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആശങ്കകൾ ദൂരീകരിക്കാനുള്ള ഇടപെടൽ വേണം. തുടർ പഠനവും ഇടപെടലും ആവശ്യമാണ്. അതങ്ങോട്ടേക്ക് വിപുലമായൊരു പ്രക്രിയ അതിനാവശ്യമുണ്ട്. ആ പ്രക്രിയ നടക്കുമെന്ന ഉറപ്പാണ് ഇപ്പോൾ അധികൃതർ നൽകുന്നത്. അതങ്ങനെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി ഗ്രൗണ്ടിൽ ഏതായാലും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംഘം സജീവമായി തന്നെയുണ്ട്. സജോ, ഒപ്പം തന്നെ ഈ പറയുന്ന പല വിഭാഗങ്ങൾ അവിടെ പരിശോധന നടത്തുന്നുണ്ടല്ലോ. ഈ നാഷണൽ സിസ്മോളജി സെന്ററിന്റെ ഭൂകമ്പമല്ല അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതിലുപരിയായി ഈ സംഘത്തിന്റെ പരിശോധനയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ? ക്രിസ്റ്റീന, ഇതാണ് പ്രധാനമായും ഇതേ വിലയിരുത്തൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായി പല പ്രത്യേകതകളുമുണ്ട്. വളരെ ഫ്രജൈലായ കുറേയധികം സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്.
ആ ഏരിയ കേന്ദ്രീകരിച്ച് പ്രത്യേക പഠനം അനിവാര്യമാണ്. നാട്ടുകാരുടെ ഒരു പരാതി, അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പലതും അമ്പുകുത്തി മേഖലയിൽ നടക്കുന്നുണ്ട്. വലിയ ശേഷിയുള്ള, വലിയ വാഹക ശേഷിയുള്ള ജലസംഭരണികൾ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അവയെല്ലാം ഏതെങ്കിലും നിലയ്ക്ക് ഈ പ്രകമ്പനവും മറ്റും ഉണ്ടാകുമ്പോൾ ദുരന്തത്തിന് വഴിവെക്കുമോ? ഇത്തരം കാര്യങ്ങളിൽ പഠനം വേണം. ആ പ്രദേശം നിലവിൽ ഉദ്യോഗസ്ഥർ മറ്റുമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അവയിൽ തന്നെ അനുമതിയില്ലാതെ പലതും പ്രവർത്തിക്കുന്നു, പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നു. അനുമതിയില്ലാതെ എങ്ങനെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാവുക തുടങ്ങിയ കാര്യങ്ങൾ. ഒപ്പം ഈ മണ്ണ് വിണ്ടുമാറിയ പ്രദേശങ്ങളിൽ ആളുകളെ മാറ്റി, നേരത്തെ അവിടെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നുള്ള ആളുകളെ, ആ പ്രദേശത്ത് താമസിക്കുന്ന കുറേയധികം ആദിവാസി സഹോദരങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി എന്ത് വേണം, തുടർന്ന് അങ്ങോട്ടേക്ക് ഏതെല്ലാം തരത്തിൽ ആ മേഖലയിൽ എന്തെങ്കിലും പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമോ, സ്റ്റോപ്പ് മെമ്മോ അടക്കമുള്ള കാര്യങ്ങൾ നൽകണമോ എന്നുള്ള കാര്യങ്ങളിലാണ് വളരെ വേഗത്തിലുള്ള ഇടപെടൽ വേണ്ടത്. MLA അടക്കം, അതായത് സുൽത്താൻ ബത്തേരി MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് അല്പം മുമ്പ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരോട് ആ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. പഞ്ചായത്തും ഒപ്പം ജില്ലാ ഭരണകൂടവും ചേർന്ന അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. അതായത് അമ്പുകുത്തി മേഖല, അമ്പുകുത്തി മല, അതൊരു വലിയ മലയാണ്. അപ്പോൾ അതിനോട് തന്നെ ചേർന്ന് അതിൻ്റെ തന്നെ ഭാഗമായ ഇടയ്ക്കൽ കേവ്, അതിൻ്റെ താഴ്വാരം, അതിനോട് ചേർന്ന പ്രദേശങ്ങൾ, ഇത്രയും പ്രദേശങ്ങളിൽ നിന്നാണ് ആദ്യം വലിയ പ്രകമ്പനവും ശബ്ദവും ഉണ്ടാവുകയും ആളുകൾ വലിയ തോതിൽ ആശങ്കപ്പെടുകയും പരിഭ്രാന്തരാവുകയും ചെയ്തത് ആ മേഖലയിലാണ്. അവിടം കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനയിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. മലയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സജു ദേവസ്യ.